മോൻ തളർന്നോ? പിന്നല്ലാതെ അച്ഛനെ പതുക്കെ പോയാ പോരെ. ഇങ്ങനെ മതിയോ? ഓക്കെ. അച്ഛൻ എന്തിനാ ഇതൊക്കെ എടുക്കുന്നേ? ഇതൊന്നും നമ്മളെല്ലാവരും കൊണ്ടിട്ടത്. വെറുതെ കൈ ചീത്തയാക്കണ്ട. ആര് കളഞ്ഞിട്ട് പോയാലെന്താ മോനെ, നമ്മളെങ്ങനെ ഇതൊക്കെ കാണാതെ പോന്നേ? ഈ വേസ്റ്റുകൾ നമ്മളെടുത്ത് കളഞ്ഞില്ലെങ്കിൽ ഇവിടെ വേസ്റ്റുകളുടെ ഒരു കൂമ്പാരമായി മാറും. പിന്നെ ഇതുവഴി നമുക്ക് നടക്കാൻ പറ്റാതെ വരും. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക. പിന്നെ അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ അത് ഉറപ്പായിട്ടും ചെയ്യണം. കേട്ടോ? എടുക്കാം. എടാ ജോസ, നീ എവിടെയാ? എടാ നീ ഒന്നിങ്ങോട്ട് വന്ന് ഈ പുൽക്കൂട് ഒന്ന് ശരിയാക്കി തന്നിച്ച് പോടാ. നീ വരുവോ? ഹായ് പറഞ്ഞു. ഗുഡ് മോർണിംഗ്. ഹായ്. ആ വരുമോ നീ? എടാ നാളെ കരോളുകാർ വരും, അതുകൊണ്ടാ. എനിക്കാവുമെങ്കിൽ നിന്നെ വിളിക്കത്തില്ലായിരുന്നു. ഒന്ന് വന്ന് ശരിയാക്കി തന്നിച്ച് പോടാ. നീ വരുമല്ലോ? ആ ശരി ശരി എന്നാ. ആ എടാ ജോസ, ഒന്നിവിടം വരെ വന്നേച്ച് പോടാ. നല്ലൊരു ക്രിസ്മസ് ആയിട്ടേ പള്ളിയിൽ നിന്ന് ആൾക്കാർ വരുമ്പോ പുൽക്കൂടില്ലാതെ എങ്ങനെയാ? എനിക്ക് വയ്യാത്തോണ്ടല്ലേ. ഒന്ന് വന്ന് സഹായിക്കടാ. ഇവിടുത്തെ ജോലിക്കാരി പെണ്ണിനാണെ ഇതൊന്നും അറിയത്തുമില്ല. ഒന്നിവിടം വരെ വന്നിച്ച് പോടാ. ഓ എനിക്കെന്തുവാടാ ക്രിസ്മസ്? നിങ്ങളാരും ഇല്ലാതെ ഞാനെന്തിനാ ക്രിസ്മസ് ആഘോഷിക്കുന്നത്? ഇവിടെ പുൽക്കൂട് പോലും ഉണ്ടാക്കിയിട്ടില്ല. ആ ജോസിനെയാണെ പുൽക്കൂട് ഉണ്ടാക്കാൻ വിളിച്ചിട്ട് അവൻ വന്നുമില്ല. മമ്മിക്കറിയില്ല തിരക്കൊക്കെ, അതുകൊണ്ടല്ലേ ഈ തവണ ഇങ്ങനെ പോട്ടെ. അടുത്ത വർഷം നമുക്ക് നല്ലപോലെ ആഘോഷിക്കാം. ഓ മമ്മി ഞാൻ വിളിക്കാവേ. തിരക്കുണ്ടേ. ഹാപ്പി ക്രിസ്മസ്. ഓ ഹാപ്പി ക്രിസ്മസ്. സൂപ്പർ ആയിട്ടുണ്ട്. ഇത് എവിടെ നിന്ന് ഒപ്പിച്ച്? അതൊക്കെ ഒപ്പിച്ചു. ഓഹോ, രാവിലെ അമ്മമ്മ ഫോണിൽ സംസാരിക്കുന്ന എല്ലാം ഞാൻ കേട്ടായിരുന്നു. ഇതെന്റെ അച്ഛൻ വാങ്ങി തന്ന പുൽക്കൂടാ. അമ്മമ്മക്ക് ഇഷ്ടായോ? ഇഷ്ടായി. മോർണിംഗ് വന്ന് അമ്മ ഹാപ്പി ആയോ? ഹാപ്പി ആയി. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്.